ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് 3 സവിശേഷതകളാണുള്ളത്. ക്രിസ്തു രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. മാമോദീസായിലൂടെ എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവിൻ്റെ ഈ 3 സവിശേഷതകളിലും പങ്കുചേരുന്നു. ക്രൈസ്തവരായ നാം എല്ലാവരും രാജാവാകാൻ ജനിച്ചവരാണ്. ഹൃദയങ്ങളെ കീഴടക്കുന്ന രാജാവ്, അടുത്തുള്ളവനെയും ചുറ്റുമുള്ളവനെയും കാണുവാനുള്ള സന്മനസ്സും അവരോട് അലിവ് തോന്നാനുള്ള ഹൃദയവും കാരുണ്യവും നമുക്കുണ്ടാകുമ്പോഴാണ് ഒരുവൻ രാജാവായി മാറുന്നത്. തൻ്റെ വാഗ്ദാനം അനുസരിച്ച് താൻ രാജാവായി വാഴുന്ന സ്വർഗപിതാവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവാൻ വാനമേഘങ്ങളിൽ വരുന്ന ക്രിസ്തുരാജനെ കാത്തിരിക്കുന്ന നമുക്ക് ഹൃദയം തുറന്ന് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ ജനമേ വരുവിൻ, ഒരു മനവും ഹൃദയവുമാ കുരിശിൻ തണലിൻ കീഴിൽ തിരുബലിയർപ്പകരാകാം. ജീവിതഭാരങ്ങളെല്ലാം കാഴ്ചയ തിരുമുൻപിലേകാം. മനസ്സിൻ മുറിവുകളെല്ലാം ആഘോഷിത കൈകളിലേകാം. അനുതാപമോടെ അണയാ, അഭിഷേകമഴയായി നനയാ, അനുരഞ്ജിതരായി തീരാ, അനുപമ സ്നേഹം നുകരാ. അനുതാപമോടെ അണയാ, അഭിഷേകമഴയായി നനയാ, അനുരഞ്ജിതരായി തീരാ, അനുപമ സ്നേഹം നുകരാ. സ്വർഗം പാരിലിറങ്ങും, കനിവിൻ നറുമഴ പൊഴിയും, ബലിയിൽ പങ്കുചേരാ, പുതിയൊരു ജീവൻ പുൽകാ. ആത്മാവിൻ ഭോജനമായും രക്ഷതൻ പാനീയമായും ദൈവമണയും നിവിടെ ഇന്നെൻ കണ്ണിൻ മുന്നിൽ. ആത്മാവിൻ ഭോജനമായും രക്ഷതൻ പാനീയമായും ദൈവമണയും നിവിടെ ഇന്നെൻ കണ്ണിൻ മുന്നിൽ. പുണ്യവേദിക അനുതാപമോടെ അണയാ, അഭിഷേകമഴയായി നനയാ, അനുരഞ്ജിതരായി തീരാ, അനുപമ സ്നേഹം നുകരാ. അനുതാപമോടെ അണയാ, അഭിഷേകമഴയായി നനയാ, അനുരഞ്ജിതരായി തീരാ, അനുപമ സ്നേഹം നുകരാ. സുതനെ കാക്കും താരത്തി ഹൃദയവുമായി ദൈവമിരിപ്പോയിവിടെ നമ്മുടെ വരവും കാത്ത്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുരേറ്റം സ്നേഹം നിറഞ്ഞ ഇടവികാരി ഇമ്മാനുവൽ ജോണച്ച, വചന സന്ദേശം നൽകുന്ന തോമസ് ജോസെ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന അലോണ അൽഫിൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, ഇടവ കൗൺസിൽ അംഗങ്ങളെ, ഇടവജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, അഭ്യുദയകാംക്ഷികളെ, ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇടവ തിരുനാളിൻ്റെ സമാപന ദിവസം രണ്ടുപേര് ആദ്യ കുർബാന സ്വീകരിച്ചുകൊണ്ട് അവിടുത്തുള്ള സ്നേഹവും ആദരവും എല്ലാം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ആമുഖത്തിൽ ഈ തിരുനാളിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. രാജത്വത്തിന് അല്ലെങ്കിൽ രാജാവിന് പുതിയൊരർത്ഥം നൽകി. രാജത്വം അത് സേവനത്തിൻ്റെ അടയാളമാണ്, അത് ശുശ്രൂഷയാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ കടന്നു വരുന്നു. അഡ്മിനിസ്ട്രേറ്റർ അത് മിനിസ്ട്രിയിലെ അവിടെ എന്താണ് സേവനം ചെയ്യുന്നവൻ. ഇവിടെ സേവനത്തിൻ്റെ അധികാരത്തിൻ്റെയും പുതിയൊരർത്ഥം കർത്താവ് നൽകുകയും, അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. അവിടുന്ന് രാജാവാണോ എന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തിന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയും, അവിടുന്ന് ഇസ്രായേലിൻ്റെ മാത്രം, യൂദയുടെ മാത്രം രാജാവല്ല, ലോകത്തിൻ്റെ മുഴുവൻ രാജാവാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയും, അതോടൊപ്പം തന്നെ അവിടുത്തെ രാജ്യം അല്ലെങ്കിൽ പ്രത്യേക ഒരിടം രാജ്യമില്ലാത്ത രാജാവും, എന്നാൽ ആ രാജ്യം നമ്മുടെ ഹൃദയങ്ങളാണ് എന്നും കർത്താവ് ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജ്യത്തിന് തുടക്കം കുറിച്ചത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവൻ, സ്നാപയോഹന്നാനെല്ലാം ആഹ്വാനം ചെയ്തു. അങ്ങനെ ദൈവരാജ്യം ആണ് അവിടുത്തെ രാജ്യം. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുകയും, ദൈവരാജ്യം അവിടെ ഉദ്ഘാടനം ചെയ്യുകയും, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. സ്നേഹവും സമാധാനവും സന്തോഷവും സാന്ത്വനവും സഹനവും വിനയവും വിട്ടുവീഴ്ചയും ഒക്കെ തന്നെ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഈ ദൈവരാജ്യ അനുഭവത്തിൽ നിന്നാണ് സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടത്. ഇന്ന് കൃഷ്ണനാഥനുമായിട്ടൊരു ബന്ധം അവർ സ്ഥാപിക്കുകയാണ്. ആ ബന്ധം രക്തബന്ധമാണ്, യേശുവായിട്ടുള്ളൊരു ബന്ധം, അണമുറിയാത്തൊരു ബന്ധമായി തുടരാനും ഇന്ന് ആരംഭിക്കുന്ന ഈ ബന്ധം ജീവിതത്തിലുടനീളം നിറഞ്ഞു നിന്നുകൊണ്ട് ആ ബന്ധത്തിലൂടെ യേശുവായി കൂടുതൽ അടുക്കുന്നതിലൂടെ ഒത്തിരിയേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് അതിലൂടെ ലഭിക്കുന്നു. അത് സന്തോഷമായിട്ടും സൗഖ്യമായിട്ടും സമയലാഭമായിട്ടും വിവിധ കൃപകളുടെ ഒരു വലിയൊരു കൂമ്പാരം നമുക്ക് യേശുവായുള്ള ബന്ധത്തിൽ, രക്തബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ ക്രിസ്തുനാഥനെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ എന്നും അവിടുത്തോടൊപ്പം ഇരിക്കുവാൻ, അവിടുത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് ഇടയ്ക്ക് കൂടെ ബസാരവും എല്ലാ ദിവസവും കുർബാന സ്വീകരണവും, അങ്ങനെ നിരന്തരമായ ബന്ധത്തിലൂടെ നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ രക്തബന്ധം തുടരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നമുക്ക് ഞാൻ നേരുകയും ചെയ്യുന്നു. കൂടാതെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ടും തുടർന്നും അവിടുത്തെ കൃപ നമ്മുടെ മേൽ, ഈ ഇടവയുടെ മേൽ വർഷിച്ചുകൊണ്ട് അവിടുത്തെ കൃപയിൽ ജീവിക്കാൻ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദൈവമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം യേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, താതന ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേരലം ഭാഗത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ. അങ്ങു മാത്രം പരിപാലനം, അങ്ങുതരേകനാഥനും, അങ്ങു മാത്രം പരമോന്നതം. ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിന്റെയും രാജാവായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യാനും അനവരതം അങ്ങേ വാഴ്ത്തിപ്പുകഴ്ത്താനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളയണമേ. ഒന്നാം വായന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ ഒരു മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവൻ്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭയമില്ലാതെ നടത്തും അങ്ങേ ചെങ്കോലം വഴിയും ഉറപ്പേകും. കർത്താവണിടയൻ കർത്താവണിടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. പച്ചപ്പുൽ തകിടിയിൽ വിശ്രമമരുളും പ്രശാന്ത ജലശയെ എന്നെ നയിക്കും. കർത്താവണിടയൻ
ചിരകാലം എന്നും അനുഗമിക്കും. കർത്താവിനാലയത്തിൽ ചിരി വസിക്കും. കർത്താവണിന്നിടയൻ, കർത്താവണിന്നിടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. പച്ചപ്പുൽത്തകിടിയിൽ വിശ്രമമരുളും പ്രശാന്ത ജലാശയം എന്നെ നയിക്കും. കർത്താവണിന്നിടയൻ, കർത്താവണിന്നിടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. പച്ചപ്പുൽത്തകിടിയിൽ വിശ്രമമരുളും പ്രശാന്ത ജലാശയം എന്നെ നയിക്കും. കർത്താവണിന്നിടയൻ. വെളിപാട് പുസ്തകത്തിൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്യുന്നവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷത്തെ ഇടവക തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ഇന്നത്തെ തിരുനാളിന് സഭ വിശേഷിപ്പിക്കുന്നത് സർവലോക രാജാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹോത്സവം എന്നാണ്. സഭയിലെ തിരുനാളുകളെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മഹോത്സവം, തിരുനാളുകൾ, പിന്നെ അനുസ്മരണങ്ങൾ, ഐച്ഛിക അനുസ്മരണങ്ങൾ, ഇങ്ങനെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയാണ് മഹോത്സവങ്ങൾ എന്ന് പറയുന്നത്. ഇന്നത്തെ തിരുനാൾ സഭയുടെ
ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തിരുനാളുകളിൽ, മഹോത്സവങ്ങളിൽ ഒന്നാണ്. 2023 ആഗമനകാലം 1-ാം ഞായർ ആരംഭിച്ച ഒരു വർഷത്തെ ആഘോഷം ഈ ഞായറോടുകൂടി നമ്മൾ സമാപിപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച പുതിയ ആരാധന വർഷം ആരംഭിക്കും. ആരാധനാ വർഷം ആരംഭിക്കുന്നത് മുതൽ ഈ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ധ്യാനിച്ചുകൊണ്ട് അവൻ രാജാവും മിശിഹായുമാണ് എന്ന് ഏറ്റുപറയാൻ നമ്മൾ ഒരുങ്ങുകയായിരുന്നു. അത് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും 2 കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ജനനം ഹെറോദേസിൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. യേശുവിൻ്റെ ജനന സമയത്ത് പാലസ്തീന പല പ്രവിശ്യകളായി തിരിക്കപ്പെട്ടിരുന്നു. യൂദയ, ഗലീലി, ദെക്കാപോളിസ്, പെരേയ, ഇങ്ങനെ പല പ്രവിശ്യകളായി തിരിക്കപ്പെട്ടിരുന്നു. അതിൽ ഒരു പ്രവിശ്യയാണ് യൂദയ. ഈ യൂദയായിലെ രാജാവായിരുന്നു ഹെറോദേസ്. അപ്പൊ രാജാവായ ഹെറോദേസിനോട് ഇവർ ചോദിക്കുന്നത്, നിന്റെ രാജ്യത്തിൽ എവിടെയാണ് യഹൂദരുടെ രാജാവായവൻ ജനിച്ചിരിക്കുക? അപ്പോൾ ഹെറോദേസ് ചിന്തിക്കുന്നത്, യൂദയായുടെ രാജാവ് ഞാനാണ്. അപ്പൊ എൻ്റെ രാജ്യത്തിൽ മറ്റൊരു രാജാവോ? എന്നാൽ ഈശോ തൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞു വയ്ക്കുന്നത്, ഞാൻ ചെറിയൊരു പ്രവിശ്യയായ യൂദയായുടെ മാത്രം രാജാവായിട്ടല്ല ജനിച്ചത്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്തിൽ യൂദയ പ്രവിശ്യയിലുണ്ടായിരുന്നു, ഗലീലി പ്രവിശ്യയിലുണ്ടായിരുന്നു, പെരേയ പ്രവിശ്യയിലുണ്ടായിരുന്നു, ദെക്കാപോളിസ് പ്രവിശ്യയിലുണ്ടായിരുന്നു, ഫിലിപ്പ് ദ ടെട്രാക്കിന്റെ പ്രവിശ്യ, അങ്ങനെ പാലസ്തീന മുഴുവൻ ലോകത്തിൻ്റെ തന്നെ രാജാവാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ട ആളുടെ കൊട്ടാരം ഇന്ന് സുവിശേഷത്തിൽ 2 പേർ തമ്മിലുള്ള സംഭാഷണമാണ്. ആരൊക്കെ? ഒന്ന് ഈശോ, രണ്ടാമത് ഈശോ ആരോടാണ് സംസാരിക്കുക? പീലാത്തോസിനോട് സംസാരിക്കുക. എവിടെ നിന്ന് സംസാരിക്കുന്നു? പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ, കൊട്ടാരവളപ്പിൽ. പീലാത്തോസ് യേശുവിൻ്റെ മരണസമയത്ത്, ജനനസമയം മുതൽ AD 70 വരെ പാലസ്തീന റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നതുപോലെ പാലസ്തീന റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. പല വൈസ്രോയിമാരുമാണ് പല കോൺസ്റ്റിറ്റ്യുവൻസികൾ നമ്മൾ ഭരിച്ചത്. റോമാക്കാരായ വിജാതീയരായ ഞങ്ങൾ യഹൂദരായ നിങ്ങളെ അടിമകളായി വച്ചിരിക്കവേ നീ ഞങ്ങളെയും മറികടന്ന് യഹൂദ ജനതയുടെ രാജാവാകാനാണോ വന്നിരിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ ധ്വനി. അപ്പോൾ സുവിശേഷം അനുസരിക്കുന്നവനാണ് രാജാവായ ക്രിസ്തുവിൻ്റെ നല്ല പ്രജ. സുവിശേഷം ജീവിക്കുന്നവനാണ് രാജാവായ ക്രിസ്തുവിൻ്റെ നല്ല പ്രജ. ക്രിസ്തുവിനെ രാജാവായി അംഗീകരിക്കുന്ന നമ്മൾ ക്രിസ്തു നൽകിയ സുവിശേഷം അനുസരിക്കുന്നവരാണോ? നമ്മുടെ ജീവിതം സുവിശേഷം പറഞ്ഞു തരുന്ന വഴിയെയാണോ നമ്മൾ നയിക്കുന്നത് എന്ന് വിചിന്തനം ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുരാജനെ അംഗീകരിക്കുന്നവരായി മാറുന്നത്. ക്രിസ്തുരാജനോട് ഭക്തിയുള്ളവരാകുന്നത് പോലെ
ക്രിസ്തുരാജനെ അംഗീകരിക്കുന്നവരായി ജീവിതത്തിൽ സ്വീകരിക്കുന്നവരായി മാറുമ്പോൾ നമുക്ക് ക്രിസ്തുരാജൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ലോകരാജാവായ ഈശോയെ, അങ്ങയുടെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം തിരുസഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവിനെയും ഇന്നേ ദിനം ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഡെന്നീസ് മണ്ണൂർ അച്ഛനെയും വചനപ്രഘോഷണം നടത്തിയ തോമസ് ജൂസ അച്ഛനെയും ഞങ്ങളുടെ ഇടവക വികാരി ഇമ്മാനുവേൽ ജോൺ അച്ഛനെയും എല്ലാ സിസ്റ്റേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയെ വിശുദ്ധിയിൽ നയിക്കുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ദൈവമക്കളെ പ്രാപ്തരാക്കുന്നതിനുള്ള ആത്മീയ അനുഗ്രഹങ്ങളാൽ അവരെ ധന്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നായി യാചിക്കും, പ്രാർത്ഥന കേൾക്കുമാറായിടേണം. രാജാതിരാജനായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഭരണാധികാരികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വർഗീയ ധ്രുവീകരണത്തിൽ നിന്നും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അനീതി, അക്രമം, യുദ്ധം, അരാജകത്വം ഇവയിൽ നിന്നും മോചിപ്പിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുവാനും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് ഞങ്ങളുടെ ഭരണാധികാരികളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നായി യാചിക്കും, പ്രാർത്ഥന കേൾക്കുമാറായിടേണം. കാരുണ്യവനായ ദൈവമേ, ഇന്ന് ആദ്യമായി തൻ്റെ തിരുശരീര രക്തങ്ങൾ ഏറ്റവും വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന കുഞ്ഞുമക്കളെ അങ്ങേ പരിശുദ്ധമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നും വിശുദ്ധമായി പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും പ്രാർത്ഥനയിലും സേവന മനോഭാവത്തോടെയും ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. ഇന്ന് പരിശുദ്ധ കർമ്മത്തിനായി ഇവരെ ഒരുക്കിയ ഞങ്ങളുടെ ഇടവക വികാരി, സിസ്റ്റേഴ്സ്, അധ്യാപകർ എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നായി യാചിക്കും, പ്രാർത്ഥന കേൾക്കുമാറായിടേണം. നിത്യരാജാവായ ദൈവമേ, ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. രാജാതിരാജനായ ഈശോയുടെ അനുഗ്രഹങ്ങളും കാരുണ്യവും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ലൗകിക നേട്ടങ്ങൾക്കപ്പുറം സ്വർഗീയ സഹായം ലക്ഷ്യം വച്ച് ജീവിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രാജാവായി അങ്ങയെ ക്രമീകരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നായി യാചിക്കും, പ്രാർത്ഥന കേൾക്കുമാറായിടേണം. സൃഷ്ടാവായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുമുന്നിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും രാജാതിരാജനായ യേശുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പങ്കുവയ്ക്കലിലും വളർന്നു വരുന്നതിനും പ്രലോഭനങ്ങളിൽ വീണു പോകാതെ പരസ്പര സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനും തിരുകുടുംബത്തിൻ്റെ മാതൃക പിന്തുടർന്ന് സഭയുടെ മുഖം തേജോമയമാക്കുവാനുമുള്ള കൃപാവരം കുടുംബങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നായി യാചിക്കും, പ്രാർത്ഥന കേൾക്കുമാറായിടേണം. സമ്പൂർണ്ണ സ്നേഹമായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുമക്കളെയും യുവജനങ്ങളെയും ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലനായിരുന്നപ്പോൾ അങ്ങയിൽ പരിലസിച്ചിരുന്ന അനുസരണം, വിവേകം, ജ്ഞാനം എന്നീ പുണ്യങ്ങളും കുഞ്ഞുമക്കൾ ജീവിക്കുന്നതിനും യുവാവായ യേശുവിനെ പോലെ അങ്ങേ വചനങ്ങൾ പാലിച്ചും അനുസരിച്ചും കൃപകൾ നിറഞ്ഞ ക്രൈസ്തവ ജീവിതം നയിക്കാൻ യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നാഥാരങ്ങൾ ഒന്നായാചിക്കും പ്രാർത്ഥന കേൾക്കുമാറായിടേണം. നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥനാ സഹായം ഏറ്റവും ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ വിശുദ്ധമായ യോഗ്യതകളാൽ അവരുടെ ആത്മാക്കളെ സകല വിധത്തിലുമുള്ള പാപങ്ങളിൽ നിന്നും കഴുകി വിശുദ്ധീകരിക്കുകയും നിന്റെ സമാധാനത്തിലേക്കും വെളിച്ചത്തിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നായാചിക്കും പ്രാർത്ഥന കേൾക്കുമാറായിടേണം. ഒരു നിമിഷം നമ്മുടെ വ്യക്തിഗതമായ പ്രാർത്ഥനകൾ മൗനമായി സമർപ്പിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതികുർബാനയിലൂടെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കുന്ന രണ്ടുപേരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങുമായുള്ള ബന്ധം നിരന്തരമായ ബന്ധമായി നിലനിർത്താൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടിട്ടുണ്ടെന്നമേ. ആമേൻ. കൈക്കൊമ്പിളിൽ കാഴ്ചയുമായി ബലിവേദിയിൽ നിന്നിടുമീ തിരുയാഗമർപ്പിക്കും അൾത്താരയിൽ തിരുവോസ്തിരൂപനാമേ ദൈവമേ, കാഴ്ചകൾ സ്വീകരിക്കൂ. നൽകാഴ്ചയായി ജീവിതം സമ്പൂർണമായി നൽകുന്നിതാ. അഞ്ചപ്പം 5000 നൽകിയതാനാ കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ചനാഥാ, സ്വീകരിക്കൂ ഈ ജീവിതം. ദിവ്യദാനങ്ങൾ നീ നിറയ്ക്കൂ. സ്വർഗീയദാനങ്ങൾ കാണുവാനാ ഇന്നുള്ളം നീ തുറക്കൂ. സ്വർഗീയദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. ഞങ്ങളുടെ അധ്യാപന ഭൂമിയുടെ മനുഷ്യപ്രതിനിധി കർമ്മങ്ങൾ വാഴ്ത്തപ്പെട്ട് ദൈവമെന്നും വാഴ്ത്തപ്പെട്ട്. യാഗമർപ്പിക്കും അൾത്താരയിൽ തിരുവോസ്തിരൂപനാമിൻ ദൈവമേ, കാഴ്ചകൾ സ്വീകരിക്കൂ. നൽകാഴ്ചയായി
ദാനമായി നൽകുന്നിതാ. അഞ്ചപ്പം 5000 നൽകിയ നാഥാ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥാ, സ്വീകരിക്കൂ ഈ ജീവിതം, നിൻ ദിവ്യദാനങ്ങൾ നീ നിറയ്ക്കൂ. പരിപൂർണ ഹൃദയം പരിപാവനം, നീ എന്നിൽ നിറഞ്ഞു നിന്ന. പരിപൂർണ ഹൃദയം പരിപാവനം, നീ എന്നിൽ നിറഞ്ഞു നിന്ന. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ മാനവവംശത്തെ അങ്ങയുടെ രമ്യതപ്പെടുത്തുന്ന ഈ ബലി ഞങ്ങളർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. കൃത്യമായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദതൈലം കൊണ്ട് അങ്ങ് അഭിഷേചിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിന്റെ താരയിൽ നിർമ്മലവും സമാധാനദായകമായ ബലിയർപ്പിച്ചുകൊണ്ട് മനുഷ്യ പരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗബന്ധങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന.
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ദേവമാതാവേ, ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട മുസ്തഫിനോട് അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മാധ്യസ്ഥ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ
ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടങ്ങിയ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവരെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമീൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപീകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവിഷ്ടമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമീൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, രാജനായ യേശുനാഥൻ നൽകുന്ന സമാധാനം, സന്തോഷം ഇതെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് നമുക്കും പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ
അനുഗ്രഹീത കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലാവിന്നലിയുന്നു. നാഥൻ സ്വന്തമാ എന്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമിൻ സ്വത്തായി മാറുന്നു. നെഞ്ചോട് ചേർത്തിന്റെ ഈശോ ആ ചങ്കിലെ ചുടേയെന്നിൽ പ്രാണൻ വെടിഞ്ഞെന്റെ ഈശോ സ്വന്ത ജീവൻ പകർന്നേയെന്നിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും നീ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലാവിന്നലിയുന്നു. ഹൃത്തിനുള്ളിൽ അലിയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോഴും ആത്മം നിറയുന്നു. മൗനമാ സ്നേഹമാ മന്നയായെന്നമാ തിരുബലിയിൽ. മേലിൽ വേർപിരിയാതെ എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാ എന്നെ കൽപ്പിച്ചരുളണമേ.
സകല വിശുദ്ധരുമൊന്നായി നിന്നെ സദതം വാഴ്ത്തിടുവാൻ. കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തന്റെ മുഖം നിങ്ങൾ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തന്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തന്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ശക്തരായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ക്രിസ്തുരാജ ദേവാലയത്തിലെ ഈ ഇടവ സമൂഹം മുഴുവനും ദൈവത്തിന് നന്ദി പറയുന്ന സുന്ദരമായ ഈ ദിനത്തിൽ സർവശക്തരായ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ 5 ദിവസം വളരെ മനോഹരമായിട്ട് തിരുനാൾ ആഘോഷിക്കുവാനും ആത്മീയവും ഭൗതികമായ രീതിയിൽ വളർച്ചയിൽ സന്തോഷത്തിലും ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ശക്തനായ ദൈവം ഈ സമൂഹത്തെ അനുഗ്രഹിച്ചു. അതിനെ ഈ ഇടവ സമൂഹം മുഴുവനും ദൈവത്തിന് ഇതേ ദിവസം നന്ദി പറയുകയാണ്. തിരുനാളിൻ്റെ സമാപന ദിനത്തിൽ ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട വരി ഡെനിസ് മണ്ണൂർ അച്ഛനാണ്. നമ്മുടെ ഈ ഫൊറോന വികാരിയും അതോടൊപ്പം ഈ ഇടവയെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ നമ്മുടെ ഇടവയിൽ ഇടപെടുകയും ഒത്തിരി ആത്മീയമായ വളർച്ചയ്ക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നതും നമ്മുടെ ഫൊറോന വികാരി തന്നെയാണ്. ഇന്നേ ദിവസം നമ്മുടെ ഇടവിലേക്ക് കടന്നു വരികയും അതോടെ വളരെ ഭക്തിപൂർവ്വം ബലിയർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതോടൊപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഫൊറോന വികാരിക്ക് ഈ ഇടവ സമൂഹത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ചത് ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ്. നെടുവാൻപിള പള്ളിയിലെ സഹവികാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്തും അച്ഛൻ വളരെ തീക്ഷ്ണതയാണ്. ജ്വലിക്കുന്ന ഒരു ആത്മാവിനെ പോലെയായിരുന്നു അന്നും ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനത്തിലും വചന പ്രഘോഷണത്തിൽ എപ്രകാരമാണ് ക്രിസ്തുരാജനെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഉള്ളതാണ് പകർന്നു തരുന്നത്. വളരെ മനോഹരമായിട്ട് ഇന്നേ ദിവസം ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് വേണ്ടി വചനം പങ്കുവെച്ച തോമസ് അച്ഛന് ഈ ഇടവ സമൂഹത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ദൈവമേ ഞങ്ങളങ്ങേ
വാഴുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ.